ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചോപ്പ് ആൻഡ് സർവ് വിത്ത് ശാന്തി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ സ്റ്റൈലിൽ കുടംപുളി ഇട്ട് വെച്ച മീൻ കറിയാണ്. അപ്പോൾ വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: വെളിച്ചെണ്ണ, കടുക്, ഉലുവ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, കറിവേപ്പില, മുളക്, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, പുളിവെള്ളമാണ്, കുടംപുളി ഇട്ട് തിളപ്പിച്ച വെള്ളം. ചട്ടി വെക്കാം. കടുകിട്ട്, ഉലുവയിട്ട്, കറിവേപ്പിലയിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി ഇടാം. നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് 4-5 പച്ചമുളക് ആഡ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് വരഞ്ഞ പച്ചമുളകാണ്, ഒരുപാട് കീറിയിട്ടില്ല. ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിങ്ക് സോൾട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിങ്ക് സോൾട്ടിന് ഇച്ചിരി ഉപ്പ് കുറവിലാണ്, അപ്പോൾ ഇച്ചിരി കൂടുതലുണ്ടണം. ഇനി നമുക്കൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കഴിയുമ്പോൾ എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. നമുക്കിതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന പുളിവെള്ളം, കുടംപുളി ഇട്ടതാണ്, ആ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുന്നത്, ഈ കുടംപുളി ഇട്ട വെള്ളം ഒഴിക്കുന്നത് നല്ല പെട്ടെന്ന് അരപ്പിൽ പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പുളിവെള്ളം കൂടാതെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇത് അടച്ച് നന്നായി അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പും പുളിയും നോക്കിയാൽ അറിയാൻ പറ്റും ഇനിയും കുറച്ചും കൂടി ഇടണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നോക്കിയപ്പം അരപ്പിൽ ഇച്ചിരി ഉപ്പൂടെ വേണമായിരുന്നു. ഞാൻ 1 ടീസ്പൂൺ ഉപ്പൂടെ ഇട്ടിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞ് നമുക്കിനിയിപ്പം മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേര മീനാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതാ അടച്ചു വെച്ച് ഇതാ വെന്തോന്ന് നോക്കാം. നമുക്ക് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്ന ഉലുവാപ്പൊടി. തവി ഒരുപാടിട്ട് മീനിനകത്ത് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. മീനും എല്ലാം പൊടിഞ്ഞു പോകും. നമുക്കിനി ചട്ടി ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഒന്നും കൂടി അടച്ച് വെക്കാം. ഒന്നും കൂടി നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക്
മീൻ ഇറക്കാറാവും. ഓക്കെ, നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ച് പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില നമുക്ക് മേളിൽ കൂടെ വിതറി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ കപ്പയുടെ കൂടെയാണ് മീൻ കഴിക്കുന്നത്. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് മീൻ കറി കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ കപ്പയുടെ കൂടെ ഇച്ചിരി ഒഴിക്കുകയാണ്. കണ്ടിട്ട് തന്നെ വായിക്കൂടെ വെള്ളം വരുന്നില്ലേ? നമ്മൾ കുടംപുളി വെള്ളം ഇട്ട് തിളപ്പിച്ചത് കാരണം പെട്ടെന്ന് പിടിച്ചിട്ടുണ്ട് പുളിയും ഉപ്പും എല്ലാം. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുതേ. നല്ല ചൂടാണ്, കപ്പയും ചൂടാണ്, മീൻകറിയും ചൂടാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.